എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഭക്തിഗാനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ എന്ന് തുടങ്ങുന്ന ദാസേട്ടൻ പാടി വളരെ പോപ്പുലറായ ഒരു ഭക്തിഗാനമാണ്. അതെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പാടിത്തരുകയും ചെയ്യും, പഠിപ്പിക്കാനും റെഡിയായിട്ടാണ് വന്നിരിക്കുന്നത്. യൂട്യൂബിലിപ്പോൾ കുറേ ടീച്ചർമാർ ഇതുപോലെ ഭക്തിഗാനവും സിനിമാ ഗാനങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും, നിങ്ങൾ പഠിക്കുന്നും ഉണ്ടാവും. എന്നാലും ഞാനതിനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ പഠിക്കാൻ? ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് തുളസി തീർത്ഥം എന്ന ഒരു കാസറ്റിലെ ഗാനങ്ങളാണ്. ഈ ഒരു നേരമെങ്കിലും അങ്ങനെ കുറച്ച് പാട്ടുകൾ TS രാധാകൃഷ്ണ സാറിൻ്റെ സംഗീതത്തിൽ ഉടലെടുത്ത ഗാനങ്ങളാണ് ഇതൊക്കെ. ദാസേട്ടൻ പാടിയതും ദാസേട്ടനും ചിത്രചേച്ചിയും കൂടി പാടിയതാണ് ഈ ഗാനങ്ങൾ. ഈ പാട്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ജയചന്ദ്ര സാറിൻ്റെ കൂടെ ഞാൻ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പ്രോഗ്രാം ചെയ്തിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. 93-95 കാലഘട്ടത്തിൽ. ആ സമയത്ത് ഡൽഹിയിൽ പ്രോഗ്രാം ചെയ്തപ്പോൾ ഒരു ഭക്തിഗാനമായിരുന്നു, ഭക്തിഗാനമേളയ്ക്കായിരുന്നു ജയചന്ദ്ര സാറിൻ്റെ കൂടെ പാടിയത്. അന്ന് സാറ് ഈ ഒരു നേരമെങ്കിലും എന്നുള്ള പാട്ട് പാടിയിരുന്നു. അന്ന് ഓർക്കസ്ട്രേഷൻ TS രാധാകൃഷ്ണ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഓർക്കസ്ട്രേഷനായിരുന്നു അന്ന്. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഓർമ്മയാണ്. അത് നിങ്ങളോട് പങ്കുവയ്ക്കാനും എനിക്ക് സന്തോഷം. ഇപ്പോൾ എനിക്ക് ഈ പാട്ട് പെട്ടെന്ന് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊരു അത്രയും വലിയൊരു സന്തോഷം കൂടിയാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു പാട്ട് എന്ന് പറയുമ്പോൾ പല്ലവി, അനുപല്ലവി, ചരണം ഇത്രയും അടങ്ങുന്നതാണ് ഒരു പാട്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ പല്ലവി മാത്രം ഒന്ന് പാടി പഠിച്ച് നോക്കാം. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഇതാണ് പല്ലവിയിലെ 4 വരികൾ. ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. എങ്ങനെയാണ് ഈ രീതിയിൽ ഞാൻ പഠിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അതിനൊന്നും ആരും മടിക്കേണ്ട, പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഈ ഗൂഗിളിൽ ഈ പാട്ടിൻ്റെ വരികൾ എല്ലാവരും എടുക്കുക, എന്നിട്ട് നമുക്ക് പഠിക്കാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ ഒപ്പം ഒന്ന് പാടി നോക്കൂ എല്ലാവരും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. അടുത്ത വരി. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒന്നുകൂടി കേൾക്കുക. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം,
മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഇതാണ് 4 വരി. ഒന്നും കൂടി പാടിത്തരാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഇത്രയും, അതായത് പല്ലവി മാത്രം നമുക്ക് പഠിപ്പിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത അനുപല്ലവിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുക. ഈ പേജ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രതിഭ മേനോൻ എല്ലാവരും പേജ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമസ്കാരം.